ആപ്കി അദാലത്തിൽ AIMIMന്റെ പ്രസിഡന്റ് അസദുദ്ദീൻ ഓവൈസിയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം മുസ്ലിംസിനെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓവൈസി സാർ, താങ്കളുടെ സ്പീച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ മുസ്ലിംസിന്റെ അടുത്ത് താങ്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോദി വരുമെന്ന്. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഉറങ്ങിക്കോ മക്കളെ, അല്ലെങ്കിൽ ഇതാ പിശാച് വരും എന്ന് പറയുന്ന പോലെ. ഒന്നുമില്ല. നിങ്ങൾ നോക്കിയേ, 3 സീറ്റിന് വേണ്ടിയാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് തന്നെ. അതിൻ്റെ ഒപ്പം ഞാൻ കാരണം മോഡിജി ജയിക്കുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നുമില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ബലമാക്കണമെന്നാണ് പറയുന്നത്. എന്നാലേ നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചോദിക്കുന്ന ന്യായവും എല്ലാം ഒരു ബലത്തിൽ പുറത്തു വരത്തുള്ളൂ. ഞാൻ പേടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്പീച്ച് ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് കാണിക്കണം. പേടിപ്പിക്കുന്നത് പോലെ താങ്കൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ മതം ആപത്തിലാണുള്ളത്, നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടും. ഹിറ്റ്ലറിന്റെ കാലത്ത് യൂതന്മാർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അതുപോലെ 17 സത്യം തന്നെയാ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, നല്ല രീതിക്ക് കേട്ടോളൂ. ഡൽഹിയിൽ 600 വർഷങ്ങളായിട്ടുള്ള ഒരു മസൂദിയെ ഒരു ലീഗൽ പ്രോസസ്സ് പോലും ഫോളോ ചെയ്യാണ്ട് നിങ്ങൾ ആ മുഴുവൻ മസൂദി അങ്ങോട്ട് ഇടിച്ചു തള്ളി. ചുടുകാട്ടിലിരുന്ന ആ കോഫിനും പുറത്തു വന്ന്. ഇതൊക്കെ ശരിയാണോ? നിങ്ങൾ തന്നെ ഒന്ന് പറയേ. ബിൽഗിസ് ബാനു എന്ത് പാപം ചെയ്യുന്നെന്നാണ് ഗ്യാങ് റേപ്പ് ചെയ്തിട്ട് അവരുടെ മോളെ, ആ 2-3 വയസ്സുള്ള കൊച്ചിനെ കൊലപാതകം ചെയ്ത ആൾക്കാരെ മോഡിജിയുടെ സർക്കാർ എന്തുകൊണ്ട് വിട്ടു? ബിൽഗിസ് ബാനു എന്ത് ക്രൈമാ ചെയ്തത്? ഇതില് പേടിക്കേണ്ടതോ പേടിപ്പിക്കേണ്ട കാര്യം എന്തുണ്ട് സാർ? ഇതല്ലേ സത്യം ഈ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത്. BJP എന്താ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന്റെ ഒപ്പം BJPക്ക് മുസ്ലിംസിന്റെ വോട്ട് ഒട്ടും ആവശ്യമില്ല, എല്ലാം അവരങ്ങോട്ട് മാർജിനലൈസ് ചെയ്തല്ലോ. അതല്ലേ ശരി? താങ്കൾ എപ്പോഴും പറയാറില്ലേ, മോദി പറയാറുണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ്. തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിന് മുമ്പേ പറയത്തുള്ളൂ. തെരഞ്ഞെടുപ്പിന് ശേഷം അതൊന്നും പറയത്തില്ല. തെരഞ്ഞെടുപ്പ് തീർന്ന പിന്നെ ആളെ കാണൂലല്ലോ. മുഖ്താർ അബ്ബാസ് നഖ്വി BJP ലീഡറാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ മുസ്ലിംസിന്റെ പോപ്പുലേഷൻ 14.2% ആണ്. അതിൽ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന മുഖേന 31.3% മുസ്ലിംസിനാണ് ലഭിച്ചതെന്ന് പറയുന്നു. 33% കിസാൻ സമ്മാൻ നിധി മുഖേന ലഭിച്ചു എന്ന് പറഞ്ഞു. 36% മുസ്ലിംസ് മുദ്രാ യോജനയുടെ പ്രയോജനം ലഭിച്ചവരാണെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ UPയിൽ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയോടൊപ്പം RTI ഇട്ടതാ. അതിന്റെ റിപ്ലൈ നിങ്ങൾ നോക്കണം. നിങ്ങൾ സാർ എന്താ പറയുന്നത് നോക്കണം. RTI ഇട്ടതിന് ശേഷം ഒരു റിപ്ലൈയും ഇല്ലല്ലോ. ശരി, നിങ്ങൾ UPനെ കുറിച്ച് സംസാരിക്കുന്നില്ലേ സാർ? നിങ്ങൾ ഈ UPയിൽ നോക്കുവാണെങ്കിൽ മറ്റേ അലഹാബാദില്ലേ, ആ വീടിന്റെ പെണ്ണിന്റെ പേരിൽ തന്നെയാണ് ആ വീടുള്ളത്. പക്ഷേ ഹസ്ബൻഡിന് നോട്ടീസ് അയച്ചിട്ട് ആ വീട് അങ്ങോട്ട് ഡെമോളിഷ് ചെയ്തു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഡെമോളിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നീ CIA പ്രൊട്ടസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. ഇതൊക്കെ ന്യായമാണോ? നിങ്ങൾ തന്നെ ഒന്ന് പറയേ. UPയുടെ ആവുന്ന അവസ്ഥ നോക്ക്. നിങ്ങൾ ആരും കൈയടിക്കില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും ഒരു നിമിഷം. UPയുടെ ജയിലിനകത്ത് ഒരു കൺവിക്റ്റഡ് പ്രിസണറാണുള്ളത്. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു MP ഉണ്ട്. അദ്ദേഹം ഒരു പ്രിസണറാ. പോലീസ് കസ്റ്റഡി വന്നിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അതിൻ്റെ ഒപ്പം UPയിൽ എല്ലാവർക്കും സുഖമാണെന്നും പറയുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാർ? പക്ഷേ UPയിൽ യോഗി ആദിത്യനാഥ് ലോ ആൻഡ് ഓർഡർ വളരെ നന്നായിട്ട് പോകുന്നതാണ്. അവിടെയുള്ള ലോ ആൻഡ് ഓർഡർ എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങൾ ഷൂട്ട് ചെയ്യും, ബുൾഡോസർ കയറ്റും. ഇതിനെയാണോ റൂൾ ഓഫ് ലോ എന്നൊക്കെ പറയുന്നത്? ഇല്ലല്ലോ. ഒരു പക്ഷേ നിങ്ങൾ നാളെ തന്നെ ഭരണമൊക്കെ ഇട്ടിട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോവും. അത് ഉറപ്പുള്ള കാര്യമല്ലല്ലോ. അത് ഇന്ദിരാഗാന്ധിയുടെ അടുത്തുള്ള കാര്യമല്ല, മോഡിജിയുടെ അടുത്തുള്ള കാര്യമല്ല. ഈ ലോകത്തെല്ലാം ടെമ്പററി തന്നെയാണ്. ഇന്ന് നമ്മളിവിടെ ഇരിപ്പുണ്ട്. പിന്നെ നല്ലൊരു ചൊല്ലെന്തോണ്ട്, എന്താ അത്? അതൊന്നും പെർമനന്റ് അല്ല. നമ്മളൊക്കെ ടെമ്പററി ആയിട്ട് ഇവിടെ ജീവിക്കുന്നവരല്ലേ. നമ്മുടെ ഈ പൊസിഷന് എല്ലാം കൂടെ കഴിയുമ്പോൾ നമ്മളും അങ്ങോട്ട് പോയേക്കും. നാളെ അധികാരം നമ്മുടെ കൈയിട്ടിട്ട് പോയാൽ ആ പൊസിഷന് വേണ്ടി നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവം ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. ഇതുപോലെ ചെയ്യല്ലേന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അവർ പിന്നെയും ചെയ്യുന്നത്. ആരെ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ UPയിൽ ലോ ആൻഡ് ഓർഡർ നിയമങ്ങൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ? സാർ, എല്ലാരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ക്രൈമൊക്കെ കാണിച്ച് അവർ ഷൂട്ട് ചെയ്ത് ഈ മീഡിയയ്ക്ക് മുമ്പിലായിട്ട് ഇവൻ തെറ്റ് ചെയ്തു, അതിനു വേണ്ടിയാ ഷൂട്ട് ചെയ്തെന്നും. വെടിവെക്കുന്നതുകൊണ്ട് എന്താ നടക്കാൻ പോകുന്നത്? പതുക്കെ പറഞ്ഞൊക്കെ അല്ലേ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് എല്ലാ കാര്യവും. അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. നിങ്ങൾ ബുൾഡോസർ കയറ്റി വീട് ഇടിച്ചു പൊട്ടിക്കുന്നു. ഇതുപോലെ എന്തോരം വീടുകളായിരിക്കും നിങ്ങൾ ഇടിച്ചിരിക്കുന്നത്? കണക്കില്ല ഇതിനൊന്നും. എല്ലാവരുടെയും കൂടെ വീട്. UPയിൽ അവര് അങ്ങനെയൊക്കെ ചെയ്തത് കാരണം ജനങ്ങൾക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് പറ. ഇല്ല സാർ, ഇത് ഈ ശാന്തതയുണ്ടല്ലോ, ഇതൊക്കെ ഈ ശ്മശാനത്തിലുള്ള പോലത്തൊക്കെയാണ്. ഈ ശാന്തത നല്ലതിനല്ല. സ്വസ്ഥമായിട്ട് വരുന്ന ശാന്തത വേറെ, പക്ഷേ ഈ ചുടുകാട്ടിൽ നിന്ന് വരുന്ന ശാന്തതയല്ല അത്. ഇപ്പം നിങ്ങളിവിടെ ഈ കാണുന്ന ശാന്തതയുണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ട് രാഷ്ട്രീയക്കാരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, നാട് ശാന്തതയായെന്നാണ് വിചാരിക്കുന്നത്. ശാന്തതയ്ക്ക് ഒരു അർത്ഥമുണ്ട് സാർ. ഈ ശാന്തത എന്ന് പറയുന്നത് നല്ലതല്ല. UPയിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് മതത്തിന്റെ രീതിയിലുള്ള യാതൊരു വേറുപാടുകളുമില്ല. UPയിലെ മൈനോറിറ്റി മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായ ബാസിദ് അലി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി
ആവാസ് യോജന പ്രകാരം 40 ലക്ഷം വീടുകൾ യു.പിയിൽ കിട്ടിയിട്ടുണ്ടെന്ന്. അതിൽ 18%, അതായത് 8 ലക്ഷം പേർ മുസ്ലിം സമുദായത്തിലുള്ളവരാണെന്ന്. ഒരു വേറുപാടും കാണിച്ചിട്ടില്ലെന്ന്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് അവർ പറഞ്ഞിരിക്കുന്നത് ഷാജഹാൻപൂരിനെ പറ്റിയാണ്. അവിടെ 700 വീടുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൽ 70%, അതായത് 520 വീടുകളും മുസ്ലിങ്ങൾക്കാണെന്ന്. ഇല്ല, നിങ്ങൾ കൊടുത്തല്ല, നിങ്ങൾ സഹായിക്കണോ ചെയ്തേ? ഞാനൊരു ടാക്സ് പെയർ തന്നെയാണ്. ഇത് നാടിന്റെ കാശാണ്. ഇതെന്താ യോഗിജിയുടെ വീട്ടിലെ പൈസയാണോ? ഇത് അദ്ദേഹത്തിന്റെ വീട്ടിലെ പൈസ ഒന്നുമല്ലല്ലോ, നാട്ടിലുള്ളവരുടെ പൈസ തന്നെയല്ലേ. ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ആർട്ടിക്കൽ 30 ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ റൈറ്റ് ടു ഈക്വാലിറ്റി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരും എല്ലാം വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എല്ലാവരും ചെയ്തല്ലേ പറ്റുള്ളൂ. അവരെന്താ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വീട് നൽകുന്നു, റേഷൻ നൽകുന്നു, പക്ഷേ താടിയും തൊപ്പിയും കണ്ട കൊല്ലുമെന്ന് ഒവൈസി പറയുന്നു. അതെ, കൊല്ലുന്നുണ്ട്. നിങ്ങളുടെ കസ്റ്റഡിയിൽ നിങ്ങൾ 2 പേരെയാണ് കൊന്നത്. എല്ലാ മാസവും നിങ്ങൾ ഏകദേശം 2 പേരെ കൊല്ലുന്നുണ്ട്. ഓരോ മാസവും 2-3 വീടെങ്കിലും നിങ്ങൾ ഇടിച്ചു തള്ളുന്നുമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. അല്ല, എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇതൊക്കെ എടുത്ത് അബ്സർവ് ചെയ്യുന്നത്? വർക്ക് പ്രോപ്പർട്ടി ഒക്കെ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ഇതും നിങ്ങൾ പറയണം. മൈനോറിറ്റീസിന് എന്ത് ബഡ്ജറ്റാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുള്ളതും പറയണം. മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന് എന്താണ് ഉള്ളത്? മദർസ ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നത് എന്തുകൊണ്ടും നിർത്തിയത്? എല്ലാവരുടെ അടുത്തും മദർസ തുറന്നിരിക്കണമെന്ന് നാട്ടിന് മുമ്പിലെല്ലാം നിങ്ങൾ പറഞ്ഞിരുന്നത്. ആ മദർസയിലാണ് ഈ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് എല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണ് നിർത്തിയേ? അതൊന്നും കൊടുക്കത്തില്ലല്ലേ പറഞ്ഞേ? അല്ല, ഹലാലിന്റെ കാര്യമൊക്കെ എന്തുകൊണ്ടാണ് എടുത്തത്? എന്തിനു വേണ്ടിയാണെന്നൊന്നും നിങ്ങൾ പറയണം. ആവശ്യമില്ലാണ്ട് ഇതൊക്കെ ചെയ്തത്. അതിനുശേഷം എൻക്വയറി നിങ്ങൾ അങ്ങോട്ട് തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? കാരണം ഇഷ്യൂ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് അങ്ങോട്ട് ആഗ്രഹിച്ചു. പക്ഷെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. താങ്കളെപ്പറ്റി ഒരു കാര്യം ഹേമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു. ഹൈദരാബാദിൽ പോയിരുന്നു. എന്നിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ചുവര് മുഴുവനോ ഹമാസിന്റെ പോസ്റ്ററാണ് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഓവൈസിയോട് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾക്ക് പാസ്പോർട്ടും വിസയും ഞാൻ റെഡിയാക്കി തരാം, താങ്കൾ ഗാസയിലേക്ക് പോകൂ, പക്ഷെ അവിടേക്ക് പോകാതെ ഇവിടെ കിടന്ന് താങ്കൾ ബഹളം ഉണ്ടാക്കുകയാണ്. ഹേമന്തോ ബിശ്വ ശർമ്മ നന്ദി കാണിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം കുറച്ച് മറന്നു എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളരെ നന്ദിയോടെ ഇരുന്നതാണെന്ന്. ഹമാസിന്റെ പോസ്റ്റർ ഹൈദരാബാദിൽ ഒരു സ്ഥലത്ത് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. ഹേമന്ത് ബിശ്വ ശർമ്മ നുണ പറഞ്ഞിരുന്നതായിരുന്നു. നോക്കൂ, പലസ്തീന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തതാ. ഇന്ത്യയുടെ സർക്കാർ, മോഡിയുടെ സർക്കാർ പാലസ്തീന്റെ സ്റ്റാമ്പ് റിലീസ് ചെയ്തതായിരുന്നു. ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അടുത്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ചീൻ നമ്മുടെ 2000 സ്ക്വയർ ഫീറ്റുള്ള ഏരിയയാണ് ആക്രമിച്ചെടുത്തിരിക്കുന്നത്. ടെപ്സാക്കണൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുവാണ്. അവിടെ ഇരുന്ന SP മോഡിജിയുടെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ 65 പാട്രോളിക് പോയിന്റ്സിലോട്ട് പോകാൻ കഴിയില്ലെന്നാണെന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അടുത്ത് ഞാൻ എന്താ റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പോകാനല്ല പറഞ്ഞത്, നിങ്ങളുടെ RSS ഡ്രസ് ഒന്നും ഇട്ടോണ്ട് പോകാൻ പറഞ്ഞതല്ല. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എന്നെയും പിന്നെ രജത് ശർമ്മ സാറിനെയും ക്യാമറയോടൊപ്പം ഡെംഷാങ് ഡെപ്സയിലോട്ട് വിളിച്ചോണ്ട് പോകണം. അവിടെ എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അത്രേ ഉള്ളൂ. അത് മാത്രം മതി ഞങ്ങൾക്ക്. അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. അതും നിങ്ങൾ ചെയ്യത്തില്ലല്ലോ. എന്ന് വെച്ചാൽ ഹേമന്ത് ബിശ്വ ശർമ്മ കുറെ സംസാരിക്കുന്ന ആളാ. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ അമിത്ഷാ ആവുന്നുള്ള പേടിയാ. ഇപ്പോ BJPയിൽ അത്ര വലിയ സ്വപ്നം കാണുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അതിനു വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കല്ലോ. അദ്ദേഹം എന്നെ ഹമാസിന് വേണ്ടിയായിരുന്നു വഴക്ക് പറഞ്ഞത്. നിങ്ങൾ തന്നെ പറയൂ, ഇന്ത്യ സർക്കാർ പാലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഒന്നും സംസാരിക്കാണ്ടിരിക്കുന്നത്? ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസിലോട്ട് എന്തുകൊണ്ടാണ് പോവാത്തത്? സൗത്ത് ആഫ്രിക്ക പോയി, അതിനുശേഷം പിന്നെ ബ്രസീൽ പോയി, പിന്നെ G20 വലിയ മറ്റേ ഗാസയിലേക്ക് വിസ എടുത്തു തരാമെന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് ആ ഓഫർ വെച്ച് താങ്കൾ എന്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്? നോക്കൂ, എനിക്ക് ഗാസയ്ക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ കഴിയും. ഇതില് ഇന്ത്യ നാടിന്റെ ഡെലിഗേഷനിൽ പോകാൻ ഞാൻ തയ്യാറായിട്ടാണ് ഉള്ളത്. ഇന്ത്യ സർക്കാർ വന്ന് എന്നെ നോക്കട്ടെ. ആ നാടിലുള്ള 20 ലക്ഷത്തോളമുള്ള ജനങ്ങളും 13 ലക്ഷം പേർക്കാണ് വീടില്ലാണ്ടായത്. 30,000 ആൾക്കാരെയാണ് ഇസ്രയേൽ കൊന്നത്. അപ്പൊ ഇതിൽ 16,000 പേര് കൊച്ചു കുഞ്ഞുങ്ങളാ. 8,000 മരിച്ച ബോഡിയായിരുന്നു ഡെബ്രിസിന്റെ ബിൽഡിംഗിൽ കിടന്നുകൊണ്ടിരുന്നത്. മോഡിജി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. ഇതിനെക്കുറിച്ച് സംസാരിക്കാണ്ട് ഇവിടുന്ന് ദുബായിലോട്ട് പോയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ഷേഖിന്റെ അടുത്ത് യാ ഹബീബി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ പറ, ഇതൊക്കെയാണോ സ്നേഹം? നിങ്ങൾ തന്നെ നോക്ക്, ഈ ഹേമന്തിന്റെ മൈൻഡ് സെറ്റ് ഒന്ന് നോക്ക്. ഓവൈസി ഹമാസിനോടൊപ്പം ചേർന്നപ്പോ ഇന്ത്യ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരുടെ ഒപ്പം ചേർത്ത് വെച്ച് സംസാരിക്കാലോ. അല്ലാമക് വസര കൈരാബാദി ആ കാലാപാനി കൊടുത്ത ശിക്ഷ കൊണ്ട് മരിച്ചുപോയി. 47 നാടിന് വേണ്ടി ജീവൻ കളഞ്ഞ് ബ്രിഗേഡിയൻ ഹുസ്മാന്റെ ഒപ്പം ചേർത്ത് സംസാരിക്കാലോ. ഹവദാർ അബ്ദുൾ ഹമീറിന്റെ ഒപ്പം ചേർത്ത് വെച്ച് സംസാരിക്കാലോ. 1965 നടന്ന വാറിലാണ് ജീവൻ ത്യാഗം ചെയ്തത്. ഇവിടെ ഓവൈസിയുടെ കൂടെ ജവഹർ ബ്രാദ്രാൻ, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൂടെ ചേർത്ത് വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ തോട്ട് പ്രോസസ് ഇങ്ങനെ തന്നെയാണ്. മുസ്ലിംസ് എന്ന് വെച്ചാൽ ടെററിസം. ഞങ്ങൾ എങ്ങനെ ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയോ
എങ്ങനെ ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചുവോ അതുപോലെ ഓവൈസിയെ ഹൈദരാബാദിൽ നിന്ന് പറഞ്ഞുവിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ എങ്ങോട്ടും പോകത്തില്ല. ഈ ലോകമുള്ള അവസാനം വരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. എന്നീ ലോകം അവസാനിക്കുന്നു അന്ന് തന്നെ ഞങ്ങൾ ഈ ലോകത്തുനിന്ന് അവസാനിക്കും. ഇത് ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു തോട്ട് പ്രോസസ്സാ. ഇപ്പോ ഇദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അസാമിലുള്ള മുസ്ലിംസിന്റെ മേത്ത് അത്ര വലിയ പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പെണ്ണുങ്ങളും പിന്നെ മുസ്ലിം ആണുങ്ങൾ പോലും എല്ലാവരും നീറ്റ് എക്സാമിലും മറ്റുള്ളവരെക്കാൾ നല്ല രീതിക്ക് പെർസെന്റേജ് എടുത്തു. അതുകൊണ്ട് എല്ലാവരും പേടിച്ചുപോയി. എന്താടാ ഇത്, എങ്ങനെ ഇത്രയും പേര് ക്വാളിഫൈ ആയെന്ന്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് യൂസ് ചെയ്ത് പല മദർസയാണ് അവർ ഇടിച്ചു കളഞ്ഞത്. ആ കാര്യത്തിനെ കുറിച്ച് അവരെവിടെയും സംസാരിക്കുന്നതില്ല. അവിടെയുള്ള പല മുസ്ലിംസിനും വീടില്ലാണ്ടാണ് ആക്കിയത് അവര്. അദ്ദേഹം അവിടെ പല കാര്യം മാറ്റിയിട്ടാണ് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായിരുന്നു പറഞ്ഞു വന്നേ. അദ്ദേഹം വളരെ സങ്കടത്തോടെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, കൊച്ചു കൊച്ചു പെൺകുട്ടികളെ പോലും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു വിടുന്നു. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജിൽ സെൻട്രൽ ആക്ടിലുണ്ട്. പോക്സോ കേസുണ്ട്. ചൈൽഡ് മാരേജിനായിട്ട് ഒരു സ്റ്റഡി ഉണ്ട്. കഷ്ടപ്പാട് കൊണ്ടാണ് ഈ ചൈൽഡ് മാരേജ് നടക്കുന്നത്. അവർക്കൊക്കെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡേറ്റ എന്താന്ന് പോലും അറിയത്തില്ല. നോക്കൂ, ഇന്ത്യയില് 12 മില്യൺ ചൈൽഡ് മാരേജ് ആണ് നടക്കുന്നത്. അത് 84% ഹിന്ദുസ് തന്നെയാണ്. 11% ആണ് മുസ്ലിം ചെയ്യുന്നത്. അതൊന്നും ഇദ്ദേഹം ചോദിക്കത്തില്ലേ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഞാൻ നിയമം എന്താ ഉണ്ടായിരുന്നു. പറഞ്ഞെന്ന് അത് വെച്ചാൽ, വെച്ച് നോക്കുമ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറവാണെങ്കിൽ ആ സമയത്തും കല്യാണം രജിസ്റ്റർ ചെയ്യുമായിരുന്നു. ഇത് നല്ല പ്യൂർ ആയിട്ടുള്ള നുണയാണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഉണ്ട് സാർ ഇതില്. അതുകൊണ്ട് ഈ ഒരു നുണയാണ് മുസ്ലിംസിനെ കുറിച്ച് ഇവർ പറയുന്നത്. എന്തോ ഒരു ഹിന്ദു പെണ്ണുങ്ങൾക്കാണ് 18 വയസ്സിൽ തന്നെ കല്യാണം നടക്കുന്നത്. അതുപോലെ തന്നെയാണ് മുസ്ലിം പെങ്കൊച്ചുങ്ങൾക്കും 18 വയസ്സിൽ നടക്കുന്നത്. 99 വർഷത്തിലുള്ള ലോയോ അവരെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. പാതിരാത്രി പെട്ടെന്ന് ഒരു ലോ എടുത്തോണ്ട് വെക്കാൻ പാടില്ല. ഒരു മുസ്ലിം പെങ്കൊച്ചിനോ ഒരു മുസ്ലിം ചെറുക്കനോ കല്യാണം ചെയ്യണമെന്ന് വെച്ചാൽ സ്പെഷ്യൽ മാരേജ് ആക്ടിലാണ് അത് ചെയ്യുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ടിൽ നിക്കാഹ് നടക്കില്ല. നിങ്ങളുടെ ആക്ട് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ചടങ്ങ് സമ്പ്രദായം ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നാ പറഞ്ഞേ. നിങ്ങള് ഞങ്ങളുടെ മതത്തിന്റെ ഉള്ള റിച്വൽസ് ഒക്കെ അതില്ലാണ്ട് കല്യാണം തന്നെ നടക്കില്ല. അതൊക്കെയാണ് നിങ്ങൾ പറിച്ചെടുക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയൂ. വെറുതെ എന്തിനാ സംസാരിച്ച് മുസ്ലിംസിനെ പേടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം നുണ പറഞ്ഞതല്ല, ഉള്ള ഫാക്റ്റാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ നുണയല്ല, സത്യവാ. അവര് 99 ഇയേഴ്സ് ഞാൻ പറഞ്ഞ എല്ലാ ലോവും മാറ്റിയെടുത്തതാണ്. എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്തത്? ചൈൽഡ് മാരേജ് ഒന്നും സംഭവിക്കാൻ പാടില്ല. സാർ, ആ നിയമം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റിലത്തെ പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ, അവസാനത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്, ഈ നിയമം അനുസരിക്കാതെ ഒരു നിക്കാഹോ കല്യാണമോ നടന്നാ റിപ്പി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് ചെയ്ത പിന്നെ നിക്കാഹ് എങ്ങനെ നടക്കും? ഞാൻ എങ്ങനെ ചെയ്യും? നിങ്ങൾ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്യുലർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ സെക്യൂറിലായിട്ട് ഇരിക്കുവാണെങ്കിൽ ഹിന്ദു മതപ്രകാരം തന്നെയാണ് ഹിന്ദു കല്യാണമൊക്കെ നടക്കുന്നത്. സിഖിന്റെ മതപ്രകാരം തന്നെയാണ് സിഖുകളുടെ കല്യാണം നടക്കുന്നത്. തെറ്റിദ്ധാരണ UCC പറ്റിയും താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, UCC വരികയാണെങ്കിൽ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ മാർഗം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ UCCയുടെ ആവശ്യമില്ലല്ലോ. അംബേദ്കർ വോളണ്ടിയർ ആയിട്ടാ ചെയ്യാൻ പറഞ്ഞത്. UCCക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? സ്പെഷ്യൽ മാരേജ് ആക്ട് ക്രിയേറ്റ് ചെയ്തു, ഇന്ത്യൻ സക്സഷൻ ആക്ട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ 2 സെക്യൂറിലായ ലോ ആണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഇത് ചോദിക്കണം. അല്ല, എനിക്കറിയാം നിങ്ങൾ ഈ ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കുമെന്ന്. അത് ഞാൻ എഴുതിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡില് സെക്ഷൻ 4, അതായത് സബ്സെക്ഷൻ 4 നിങ്ങളൊന്ന് പഠിച്ചെടുത്തേ. ഹിന്ദു മതത്തില് പ്രൊഹിബിഷൻ ഓഫ് മാരേജ് ആക്ട് ഉണ്ട്. അച്ഛന്റെ ഭാഗത്തോ അമ്മയുടെ ഭാഗത്തോ ഒന്നും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾക്കത് അറിയാമല്ലോ. പക്ഷെ മുസ്ലിംസ് ഇതിനൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ പ്രൊഹിബിഷൻ സെക്ഷൻ 4 സബ്സെക്ഷൻ 4 ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നത്? നിങ്ങൾക്കത് പ്രശ്നമാണെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തിനാ എന്നെ അടുത്ത് പറയുന്നത്? ഇതാണ് നമ്പർ 1 പോയിന്റ്. സിസ്റ്റേഴ്സിന്റെ കൂടെയും കസിൻസിന്റെ കൂടെയും വിവാഹം ചെയ്യാൻ പാടില്ലെന്നുള്ള അത് ഞാൻ ആ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയല്ലോ. ഇതില് മറ്റൊരു കാര്യം നിങ്ങൾ എന്താന്ന് നോക്കിയാൽ, ഉത്തരാഖണ്ഡിൽ 2010 നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്യണം. 2010 ആർക്കെങ്കിലും സ്വന്തത്തിൽ തന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ അതാരും അങ്ങനെ രജിസ്റ്റർ ചെയ്യത്തില്ല. നിങ്ങൾ നിങ്ങളുടെ മതത്തെ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ മൊറാലിറ്റി നല്ലതാണെന്നോ എന്റെ മൊറാലിറ്റി തെറ്റാണെന്നോ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് തന്നെ വന്ന് പറയുന്നത്? പുഷ്കർ സിംഗ് ദാവി ആപ്കി അദാലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളെല്ലാം 4 കല്യാണങ്ങൾ കഴിക്കുന്നു. നിർത്താൻ വേണ്ടിയാണ് ഈ നിയമം. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം പറഞ്ഞൊക്കെ മുഴുവൻ നുണയാ. അതെല്ലാം നുണയാ. 2006 ശേഷം ഞാൻ പറഞ്ഞ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 2006 ഗവൺമെന്റ് ഡേറ്റയാണിത്. 2006 ഗവൺമെന്റ് ഡേറ്റ അനുസരിച്ച്, അതായത് 100 കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളില് 1.7% 2 വൈഫുണ്ട്. മുസ്ലിംസിൽ 2.5. ഇത് തന്നെയാണ് 2016 ഡേറ്റ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? പിന്നെ രണ്ടാമത് ഒരു മുസ്ലിംസിന് ഒരു രണ്ടാമത് കല്യാണം കഴിഞ്ഞാൽ ആ പെണ്ണിന് ഭാര്യ എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആണ് കിട്ടുന്നത്. ഹിന്ദുക്കളിൽ ആർക്കെങ്കിലും രണ്ടാമതൊരു കല്യാണം നടന്നാൽ അത് ഭാര്യയല്ല, അത് മിസ്ട്രസ് ആണ്. ഒരുപക്ഷെ ഞാൻ മരിച്ചാ നിങ്ങളത് ആലോചിച്ചോളൂ. എനിക്ക് 2 ഭാര്യയുണ്ട്, നിങ്ങൾ കരുതിക്കോളൂ. ഒരെണ്ണം വെച്ചോണ്ട് തന്നെ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. വെറുതെ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടെന്ന് നിങ്ങൾ കരുതിയാൽ മതി. കാരണം ഞാൻ ചത്തതിന് ശേഷം അവർക്ക് ഒരു പ്രോപ്പർട്ടി കിട്ടും. അത് അത്ര പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ അവർക്ക്.
പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊന്നും ഇവർ പറയാത്തത്? ശരി, ഇനി ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഉത്തരാഖണ്ഡിലെ ഡിവോഴ്സിന്റെ ലോ ഒക്കെ എന്താ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ സെയിം ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഹിന്ദു മാരേജ് ആക്ട് 54, സ്പെഷ്യൽ മാരേജ് ആക്ട് 54, ഡിവോഴ്സ് ആക്ട് 69. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ മതത്തിന്റെ ഉള്ള കാര്യമൊക്കെ എന്റെ മേത്തിട്ടിട്ട് UCC എന്നൊക്കെ പറയുന്നത്. ഇതിൽ UCCക്ക് പ്രകാരം ഏത് UCCയിലെ നിങ്ങൾ ട്രൈബൽസിനൊക്കെ ഒരുപോലെ തന്നെ ചെയ്യുന്നത്? അല്ല സാർ, എവിടെ സാർ ഇതിൽ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതൊന്നും ഫോളോ ചെയ്യുന്നില്ലല്ലോ. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡില് UCC എന്ന് പറയുന്നത് അത് നാട് മുഴുവനും ഉണ്ടാവണം. അതിന്റെ ഒപ്പം നിങ്ങൾ സ്റ്റേറ്റിൽ ഒരു പുതിയ ലോ ഉണ്ടാക്കി മുസ്ലിംസിന്റെ അവരുടെ മതത്തിൽ നിന്ന് നിങ്ങൾ ദൂരതയാക്കുവാണ്. അവരുടെ റിലീജിയസ് പ്രാക്ടീസിൽ നിങ്ങൾ ദൂരെ ആക്കുവാണ്. റീഫോം എന്ന പേരിലുള്ള ഞങ്ങളുടെ റിലീജിയസ് ഒക്കെ പറിച്ചെടുക്കാൻ നോക്കുവാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എക്സാമ്പിൾസ് ഞാൻ വേണമെങ്കിൽ തരാൻ നോക്കൂ. സെക്ഷൻ 4, സബ്സെക്ഷൻ 4. അത് മാത്രമല്ലാണ്ട് ഞങ്ങളുടെ ഡിവോഴ്സ് സെക്ഷൻ ഇതൊക്കെ 25, 27. അതിന്റെ ഒപ്പം മുസ്ലിംസിലൊക്കെ നടക്കുന്ന കല്യാണം 7 ജന്മത്തിനൊന്നും ഉള്ളതല്ല. ഹിന്ദു മതത്തിലാണ് 7 ജന്മം ഒരുമിച്ചിരിക്കണം. ഇതിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഒരു ജന്മത്തിന് മാത്രം മതി, 7 ജന്മത്തിനും വേണ്ടെന്നുള്ളതാണ്. അതാണ് സത്യം. ജന്മത്തിന് ആരും ഒന്നും കൂടെ വരാൻ പോകുന്നില്ലെന്നോ. ഞാൻ എന്താ ചോദിക്കാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ചില പേര് പറയുന്നു ഒരുപാട് കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ഡെമോഗ്രാഫിക് അധികമാവുമെന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാൻ വിചാരിക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു നുണയാണ്, തെറ്റാണ്. ഞാൻ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് മുസ്ലിംസും ഹിന്ദുവും കൂടെ 1992-ൽ മുസ്ലിംസിന്റെ റേറ്റ് ഫെർട്ടിലിറ്റിയിൽ നോക്കിയാൽ 4.41 ആണ്. ഇപ്പൊ അവര് റിലീസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ലേറ്റസ്റ്റ് ഡേറ്റയിൽ 2.36 എന്നാണുള്ളത്. ഹിന്ദുസിന്റേത് 3.36 ഉള്ളത്. ഇപ്പോ 1.94 ഇതിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0.4% മാത്രമാണ്. ചില ആൾക്കാർ പറയുമല്ലോ ഈ മുസ്ലിംസ് ചിലപ്പോൾ ഹിന്ദുക്കളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്ന. അങ്ങനെ ഒന്നുമില്ല. 100 വർഷം ആയാലും ശരി, 1000 വർഷം ആയാലും ശരി, ഇന്ത്യയില് ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ എപ്പോഴാണ് സ്റ്റെബിലൈസ് ആവുന്നതെന്ന് വെച്ചാൽ ബൈ 2070. മുസ്ലിംസിന്റെ പോപ്പുലേഷൻ എപ്പോൾ സ്റ്റെബിലൈസ് ആവുമെന്ന് വെച്ചാൽ 2141 ആയിരിക്കും. അതിന്റെ ഒപ്പം മാക്സിമം മുസ്ലിംസ് പോപ്പുലേഷൻ 18.8% മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആണ്. എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബെൽജിയമിൽ ബാലൻസിംഗ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ മുസ്ലിംസ് ആണ് കൂടുതൽ. അവിടെയുള്ള ലോക്കൽസ് കുറഞ്ഞു പോയി. ബെൽജിയത്തില് വാഫിൾസ് എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും. ഞാനത് കഴിച്ചിട്ടുള്ള ഒരാളാ. പക്ഷേ ബെൽജിയം ഇന്ന് അറബ് കൺട്രീസിലോട്ട് അവിടെ നിന്ന് കുറെ ജനങ്ങൾ വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ. പക്ഷേ ഇന്ത്യയിലൊന്നും അങ്ങനെ നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഇന്ത്യയിൽ ഇംപെരിക്കൽ എവിഡൻസ് ഉണ്ട്. അതിന് പ്രകാരം പറയുന്ന ഈ നമ്പേഴ്സ് വെച്ചു അവര് ചാലഞ്ച് ചെയ്യുകയില്ല. അവരെന്താ പറയുന്നത് വെച്ചാൽ, പോപ്പുലേഷൻ സർവേ എടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ കുടുംബത്തിലുള്ള 9 കുട്ടികളിൽ 4 പേരെ മാത്രം കാണിച്ച് 5 പേരെ മറച്ചു വെക്കുന്നു എന്ന് വെച്ചാൽ 9 പേരുണ്ടെന്ന് അവർക്ക് എങ്ങനെ അറിയായിരുന്നു? ഒന്ന് സെൻസെക്സ് എടുക്കാൻ പോകുന്നതായിരിക്കും അവിടെ ഉള്ളതിൽ വെച്ച് അപ്പനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ അവരുടെ ചിറ്റപ്പനായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ അപ്പൂപ്പനായിരിക്കാം, ഇല്ലെങ്കിൽ സ്വന്തക്കാരെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ മോൾ ആരെങ്കിലും അവരുടെ വീട്ടിലുണ്ടാവാം. അവർക്കെങ്ങനെ അതറിയാം? ഇതൊക്കെ വളരെ തെറ്റാണ് സാർ. 9 പേരൊക്കെ പെറ്റെടുക്കുകയെന്ന് വെച്ചാൽ അത് വളരെ എളുപ്പമുള്ളതല്ല. നിങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കണം. മുസ്ലിം കൊച്ചുങ്ങൾക്ക് ഡിമാൻഡ് റിവൽസ് ഒക്കെ കൊടുക്കേണ്ടതാണ്, സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നത് കേട്ടോളൂ. ഈ 21-ന് മുമ്പിൽ തന്നെ എല്ലാ പോപ്പുലേഷനും ഡിമാൻഡ് ആവും. നിങ്ങൾ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. മോഡിജി സ്കോളർഷിപ്പ് തന്നെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. നരേന്ദ്രമോദി ആപ്കി അദാലത്തിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് മുസ്ലിമിന്റെ ഒരു കൈയിൽ ഖുറാനും ഒരു കൈയിൽ ലാപ്ടോപ്പും കാണാനാണ് അദ്ദേഹത്തിന് ആഗ്രഹമെന്ന്. മോദിജി ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ വിട്ടുവെച്ചിട്ടില്ല. ഞങ്ങളുടെ വീടുകൾ പറിച്ചെടുത്ത്, ഞങ്ങളുടെ മസൂദികളെ പറിച്ചെടുത്ത്, അദ്ദേഹം ഞങ്ങളുടെ അടയാളം പറിച്ചെടുത്ത്. അതാണ് മോദിജി നല്ല രീതിക്ക് ഡയലോഗൊക്കെ പറയുന്നുണ്ട്. മാഷാ അല്ലാഹ്, നമ്മളെ കൊണ്ട് അദ്ദേഹത്തിനോട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ആരെ കൊണ്ട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു കയ്യിൽ കമ്പ്യൂട്ടർ ഒരു കയ്യിൽ ഖുറാൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നാൽ, ഫ്രീ മാറ്റ് സ്കോളർഷിപ്പ് കൊടുക്കുവാന്ന് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ ക്ലാസ് 3, 5, 6 എല്ലാം നിങ്ങൾ ഇപ്പൊ ആരംഭിച്ചിരിക്കേണ്ടതല്ലേ? നിങ്ങൾ മൗലാന ആസാദ് ഫൗണ്ടേഷൻ എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്? കുറെ ആൾക്കാർ PhD ചെയ്തതാണ്. അതെന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്? നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതല്ലേ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മെറിറ്റിന്റെ മെയിൻ സ്കോളർഷിപ്പ് തന്നെ കുറച്ചു. അതായത് 2001-2022 ബഡ്ജറ്റില് വെറും 22% മാത്രമാണ് ചെലവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ പാർലമെന്റിന്റെ ഡേറ്റ ഒന്ന് എടുത്തു നോക്ക്. സോ നിങ്ങൾ പോപ്പുലേഷനെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. മുസ്ലിംസിന്റെ മുഴുവൻ പോപ്പുലേഷൻസും 18.9 തന്നെ നിൽക്കും. അത് സ്റ്റെബിലൈസ് ആയിരിക്കും. അതിന്റെ ഒപ്പം ഹിന്ദുക്കളും അല്ലാണ്ട് മുസ്ലിംസും 18 crores വ്യത്യാസം ഉണ്ടാവും. എപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കാൻ പോകുന്നത്. ഈ BJP RSS പറയുന്ന ഒന്നും ഒരിക്കലും കേൾക്കണ്ട. ഇവരെയൊക്കെ ദൈവം എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കരുത്. മേളിലോട്ട് പോകുന്നതൊക്കെ അവർ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. അവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിംസ് പോപ്പുലേഷൻ കൺട്രോളിന്റെ
മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നില്ലെന്ന്. അല്ല, അതുകൊണ്ട് ഇതിനേക്കാൾ കുട്ടികളെ വലിയൊരു കൂടുതൽ നുണ പ്രസവിക്കുന്നു. ഉണ്ടായിരുന്നു. അതൊക്കെ എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് ഓപ്ഷൻ യൂസ് ചെയ്തതിനുള്ള ഡേറ്റ ഞാൻ എന്താന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. 92, 93 മുസ്ലിംസ് എല്ലാവരും 27.7% കോൺട്രസെപ്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2019 60.2% മുസ്ലിംസ് ആണ് കോൺട്രവേഴ്സി യൂസ് ചെയ്തിരിക്കുന്നത്. ശരി, ഇതിൽ ഈ ഹിന്ദുക്കളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാവോ? 92 41 ആയിട്ടിരുന്നതാണ്, അത് 67.1%ലോട്ടാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. മുസ്ലിംസിലുള്ള ആണുങ്ങളെ തെറ്റ് പറയുന്നില്ലേ? കോൺട്രസെപ്ഷൻ എല്ലാത്തിനേക്കാൾ അധികമായിട്ടും ഈ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് മുസ്ലിംസ് ആണ്. മുസ്ലിംസ് 34 പോയിന്റ്സ് ആണ്. പിന്നെ ഹിന്ദുക്കളിലുള്ള ആണുങ്ങൾ ഉപയോഗിക്കുന്നത് 34.1% ആണ്. സിഖ് ചേട്ടന്മാരാ ഇരിക്കുന്നത് അവിടെ. ശരി, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാന്ന, നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടില് എത്ര ആൾക്കാരാണോ കുഞ്ഞുങ്ങളെ കുറച്ച് മാത്രം വെച്ചിട്ടുള്ളതോ എന്ന് വെച്ചാൽ ഫാമിലി പ്ലാനിങ് ചെയ്യുന്നവർ അവർ മാത്രമാണ് നല്ലവരെന്നും നാട്ടിൽ സത്യസന്ധരെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആൾക്കാരാണ് 75% ഫാമിലി പ്ലാനിങ് ചെയ്യുന്നത്. 45% മുസ്ലിംസ് ആൻഡ് 50% ആണ് ഹിന്ദുക്കൾ ചെയ്യുന്നത്. ഇല്ലല്ലോ, ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത് എന്റെ ഡേറ്റ അല്ല, ഇത് ഗവൺമെന്റിന്റെ ഡേറ്റയാണ്. ഈ ഗവൺമെന്റ് ഡേറ്റയാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് BJP കൂടെ നോക്കുമ്പോൾ RSSും പിന്നെ സംഘ് പരിവാറും വെറുതെ ചുമ്മാ പറയുവാണ്. ഇവരൊന്നും ഫാമിലി പ്ലാനിങ് ചെയ്യുന്നില്ല, എല്ലാം ചേസിങ് ചെയ്യുവാണ്. ഇസ്ലാമിയർകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ കറക്റ്റ് സമയത്ത് കുഞ്ഞുങ്ങളെ പെറ്റെടുത്തോളൂ, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ശരി, ഫാമിലി പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൽ ഇതൊന്നും അനുമതി അല്ലെങ്കിൽ പോലും 20% പെണ്ണുങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അറിയാവോ? 20% ഉണ്ട്. പക്ഷെ ഡേറ്റ ഒന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നതൊക്കെ തെറ്റാണ്. നിങ്ങളൊന്ന് ദയവ് ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാനാ പറയുന്നത് ഞാൻ. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിരിക്കാം. അതായത് രാജ സാറ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം എന്നെ വിളിച്ചത് എനിക്ക് ഏറ്റവും വലിയ ഹോണർ. ഇപ്പൊ എന്റെ താടി അത്ര കറുത്തില്ല, കുറച്ച് വൈറ്റ് ആയി. വേറെ എന്ത് പറയാനാ, ഞാൻ ഒന്നും പറയുന്നില്ല. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. നിങ്ങളുടെ സ്പീച്ചസിൽ മുസ്ലിമാണ് മുസ്ലിംസിന്റെ എനിമി എന്ന് നിങ്ങൾ പറയുന്നു. ഇതിലും മറിഞ്ഞിരിക്കുന്നവനെ നമ്മളതിനെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. നിങ്ങളിങ്ങനെ സംസാരിക്കണോണ്ട് ജനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളെ ഫോളോ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഗർബലയുടെ മണ്ണില് ഹിമാം ഹുസൈനെ കൊന്നത് മുസ്ലിംസ് തന്നെയാണ്. ഹെർബലയുടെ മണ്ണില് ഹിമാം ഹുസൈന്റെ കൂടെ നമാസ് ചെയ്തോണ്ടാണ് ഇരുന്നത്. നമാസിന് ശേഷം കത്തിയെടുത്ത് മുസ്ലിംസ് തന്നെയാ. ഹെർബലയുടെ മണ്ണില് റസുൽ അല്ലാക്കു സലൈലാക്കു അലൈക്കു ഉസലാം അവരുടെ മകനെ കൊന്നത് ഒരു മുസ്ലിമാണ്. ടിപ്പു സുൽത്താനെ സിരാജുദ്ദൌലെ കൊന്നത് ഒരു മുസ്ലിം തന്നെയാണ്. സോ ഇത് ചിലപ്പോ ഒരു ഹിസ്റ്ററി ആയിരിക്കാം. ഇപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കുന്നത് എനിക്കറിയാം. അത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചത് കേട്ടത് വെച്ച് എന്താ തോന്നുന്നതെന്നാൽ, നിങ്ങൾക്ക് കവിത എന്നാൽ ഒരുപാട് ഇഷ്ടമാണെന്നും നിങ്ങളുടെ സ്പീച്ച് കൂടെ നിങ്ങൾ കവിത മൂലമാണ് ജനങ്ങളിലേക്ക് ചേർക്കേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നു. സോ ഇപ്പോഴുള്ള നമ്മുടെ നാടിന്റെ അവസ്ഥയെ എങ്ങനെയാണ് നിങ്ങളുടെ കവിത മൂലം ജനങ്ങളിലേക്ക് പറയുക എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. इखलाक का जलता हुआ घर देख रहा हूं, देखा नहीं जाता मगर देख रहा हूं. സർദാർ സാറിന് എന്താ ചോദിക്കാനുണ്ടോ? കൊടുക്കൂ. ആദ്യത്തെ കാര്യം, നിങ്ങൾ ഞങ്ങളെ പുകഴ്ത്തി, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ പുകഴ്ത്തുന്നു. ഞങ്ങൾ ലെഫ്റ്റ് ഹാൻഡിലാ വാച്ച് കെട്ടുക, അതന്നെ മുസ്ലിംസ് പറയുക. നിങ്ങൾ റൈറ്റ് സൈഡിലാണ് കെട്ടിയിരിക്കുന്നത്, ഞങ്ങളാണ് ലെഫ്റ്റ് സൈഡ് കെട്ടുക. പക്ഷെ കിട്ടിയില്ലല്ലോ അല്ലേ? നിങ്ങൾ ശരിയാണ്, ഞങ്ങളാണ് തെറ്റായിട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, എല്ലാവരും പറഞ്ഞു, ഇപ്പൊ നിങ്ങളും പറയുന്നു BJP RSS എന്ന്. ഹിന്ദുസ് എല്ലാവരും ഒന്നു ചേർന്ന് അഖണ്ഡ ഭാരതത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അഖണ്ഡ ഭാരതത്തിന് നല്ല സപ്പോർട്ടാണ്. പക്ഷെ 13% മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങളുടെ അഖണ്ഡ ഭാരതം വേണമെന്ന് പ്രിയപ്പെടുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ, അതിൽ പഞ്ചാബ് ഉണ്ടായിരിക്കണമെന്നാണ്. നമ്മളുടെ മുസ്ലിം സഹോദരരിൽ ഒന്നായിരിക്കണം. മുസ്ലിം സുഹൃത്തുക്കൾ വരും, അവര് നിങ്ങൾക്കാണ് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെയാണ് ഉയർത്തി സംസാരിക്കുക, നിങ്ങൾക്ക് പേരും പുകഴും കിട്ടും. കണ്ടില്ലേ? അഖണ്ഡ ഭാരതത്തിന് വേണ്ടി ഞാൻ തയ്യാറായിട്ടാണുള്ളത്. അതെ, ബംഗ്ലാദേശ് മുഴുവനായിട്ട് എടുത്തോളൂ, മുഴുവൻ പാകിസ്ഥാനും കൂടെ എടുത്തോളൂ, പകുതി അഫ്ഗാനിസ്ഥാനും എടുത്തോളൂ, പകുതി ബർമയും മേടിച്ചോളൂ, അതിന്റെ ഒപ്പം പിന്നെ ഭൂട്ടാനും കൂടെ മിച്ചം എടുത്തോളൂ, വേണമെങ്കിൽ മുഴുവൻ നേപ്പാളും കൂടെ എടുത്തോളൂ. പക്ഷെ അതിനൊക്കെ മുമ്പായിട്ട് മോഡിജിക്ക് ആവശ്യമുള്ളത് POK ആണ്. ഈ 3 പേരെ പറഞ്ഞു വിടൂ. അദ്ദേഹത്തിന് അതാണ്. പാകിസ്ഥാന്റെ ആ പകുതി മാത്രം സമ്മതിച്ചല്ലേ പറ്റൂ സാറേ. എടുത്തോളൂ, ആരാണ് തടയുന്നത്? സപ്പോർട്ട് ചെയ്യണം സാറേ. അല്ല, ഞാൻ സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി തരട്ടെ? സാർ വേണ്ട വേണ്ട വേണ്ട, എന്ത് പറയാനാ.